ഹായ് ഗൈസ്, ഒരാളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അപ്പൻഡിക്സ്. അല്ലേ എന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാണ് പാമ്പ്. സാധാ പാമ്പല്ല, മറ്റേ പ്രഗ്നൻസി പില്ലോട്. ഇല്ല, അതവിടെ ഉള്ളത്. അപ്പൊ ഗൈസ് അല്ല, അതിന്റെ മുകളിലുണ്ട്. ഗൈസ് ഞാൻ പോവാണ് ഗൈസ്. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫുൾ പണി ആശിക്കാക്കാം. എടുത്തിട്ട് ലഗേജ് എല്ലാം എടുത്ത് കാറിൽ കയറ്റണം. പാവം, അതാ ജനലിൻ്റെ മുകളിൽ. ഗൈസ്, ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം പിന്നെ എവിടെ പോകുമ്പോഴും ഇതും കൊണ്ട് നടക്കലാണ് പരിപാടി. ഇത് വേറെ ഒന്നും കേട്ടോ, പ്രഗ്നൻസി പില്ലോ ആണ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം കൂടിയാണല്ലോ. അപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ ലഗേജ് മരുന്ന് കൊണ്ടെടുക്കും. അപ്പോൾ എവിടെയെങ്കിലും നിൽക്കാൻ ഒരു ദിവസം പോവുകയാണെങ്കിൽ അപ്പോഴും ഇതിങ്ങനെ കൊണ്ടെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെന്താ പറയുക, ലഗേജൊക്കെ പാക്ക് ചെയ്ത് എന്താ പറയുക, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ട്രിപ്പ് പറ്റാൻ പോകുന്ന മാതിരി. പണ്ട് ഞാൻ പറയണ്ട എപ്പോഴും എൻ്റെ വെല്ലിമച്ചി പോകുമ്പോൾ അങ്ങനെ കാണിച്ച ലഗേജ് കാണിച്ചാൽ. ഈ പക്ഷേ കുറച്ച് ലഗേജേ ഉള്ളൂ അല്ലേ? കുറച്ചേ ഉള്ളൂ. മിസ്, ഇത് നമ്മൾ വാങ്ങിച്ച അമ്പറിലാട്ടോ കൈ. ഇന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ഇതൊരു പോക്കറ്റ് അമ്പറിലാണ്. ഒരു ക്യാപ്സ്യൂൾ ആയില്ലേ സന്ധ്യ പറഞ്ഞെങ്കിൽ. ശരിക്കും ഇത്ര വലിപ്പം മീൻസ് ഇതിന്റെ ഇത് ഇത്ര വലിപ്പുണ്ടെങ്കിലും അംബ്രല്ല കുറച്ചുകൂടി ചെറുതാകണ്ട. ഈ നമുക്ക് ഇപ്പോൾ നനഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുട എന്താക്കുമെന്ന് വിചാരിച്ചിട്ട് സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിക്കാം ഇത് പണ്ടേ ഇറങ്ങിയില്ലല്ലോ എന്ന്. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാനിപ്പോൾ ഇപ്പോഴാണ് കാണുന്നത്. നമ്മളത് ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാട്ടോ. കാരണം നമ്മൾ അധികം കാറിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ കാറ് പാർക്ക് ചെയ്ത സമയത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചെന്നുള്ളൂ. അപ്പം ഇന്ന് എന്താ പറയാ ശിക്ക, നമ്മളെ ഫാമിലിയിലേക്ക് ഒരു മെമ്പറും കൂടെ വന്നു. ഫാമിലിയിലൊക്കെ ഒരു മെമ്പർ എന്നൊക്കെ വിചാരിക്കും, പോലും വിചാരിക്കുന്നത് എന്താ പെട്ടെന്ന് വന്നത്. ഒരു ഗോപ്രോ കിട്ടിയിരിക്കും, അതിനാണ് സംഭവല്ലേ. എന്റെ കസിൻ എനിക്ക് അയച്ചതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം അയച്ചതാണ്. പക്ഷെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഗൈസ്. അതാണ് നമ്മളെ പ്രത്യേകത. നമ്മുടെ അടുത്ത് ഒരു കാനോൺ R10 ക്യാമറ ഉണ്ട്. അത് നമ്മൾ ഒരു കൊല്ലമായിട്ട് യൂസ് ചെയ്യാനിട്ടിട്ട് ഇപ്പൊ അത് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഡൗട്ടൊന്നല്ല, പണി എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു ഗോപ്രോ കിട്ടിയിട്ട് ഞാനും എനിക്ക് അവൾക്ക് മടിയാ. നമ്മളെ ക്യാമറ തന്നെ എടുക്കുകയുള്ളൂ. അപ്പൊ ഇതിന് ഇനി പണി കിട്ടണ്ട വിചാരിച്ചിട്ട് എടുത്തതാ. അതെ, സംഭവം ഉണ്ടല്ലോ കേട്ടോ, നമുക്ക് ഇതിന്റെ മുകളിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ എന്താക്കിയതായിരുന്നു, നമ്മളിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി പെൻഡിങ്ങിൽ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ പിന്നെ യൂസ് ചെയ്യില്ല. അപ്പോൾ രണ്ട് കൽപ്പിച്ച് അങ്ങോട്ടേക്ക് എടുത്തതാണ്. പക്ഷെ നല്ല സൗണ്ട്, അത്യാവശ്യം ഇങ്ങനെ തന്നെ സൗണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ. അതിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാട്ടോ. നമ്മൾ അത് മൈക്ക് കണക്ട് ചെയ്യിക്കണം. അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. അപ്പൊ നമ്മൾ ഗോപ്രോ ഒന്നും അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് അപ്പൊ അത് വാങ്ങിച്ചിട്ട് വേണം സെറ്റ് ആക്കാൻ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. ഓളെ സ്വന്തം വീട്ടിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. ഞാൻ കുറെ ദിവസം എന്റെ വീട്ടിൽ പോയിട്ട്. അപ്പൊ ഇന്ന് എന്റെ വീട്ടിലുമ്പോ പറഞ്ഞ് കുറെ സർപ്രൈസുകൾ ഉണ്ട്. നമുക്ക് എന്തായിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു കേട്ടോ. അതൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോഴുള്ള വീട് മാതിരി അല്ല എന്റെ വീട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗൈസ്, നമ്മൾ വിചാരിക്കും ഓള് കുറേ ആയി പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 20 വർഷത്തെ ആയിക്കോളൂ വീട്ടിൽ നിന്നും പോയിട്ട്. പക്ഷെ അവിടെ എന്തോ കുറച്ച് സംഭവങ്ങൾ, വീട്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കുമല്ലേ. അപ്പൊ ആ മാറ്റങ്ങൾ വരുത്തിയത് കാണാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഇവള്. അപ്പൊ നമുക്ക് എന്താണ് പോയി നോക്കാം എന്താ മാറ്റങ്ങൾ നോക്കല്ലേ. കണ്ടോ, ഓളെ വീട്ടിലേക്ക് എത്തി. മറ്റേ അട എന്താ പറയാ, ഓ മൈ ഗോഡ്, ഇത് മോനെ നമ്മളെ കാർ എങ്ങനെ കേറ്റാ? അല്ല ഗൈസ്, ഇതാ ഓളെ വീടാണ് ഈ കാണുന്നത്. പക്ഷെ പുതിയ ഗേറ്റ് വെച്ചതാണ് അവള് പറഞ്ഞ സർപ്രൈസ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയല്ല. ഇത് നമ്മള് കാറും കൊണ്ട് വന്നിട്ട് ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് കാറ് കയറ്റാ. ഫുള്ളും കല്ലൊക്കെ നല്ല മോളത് അങ്ങനെ കാറ് കയറ്റാ ഗൈസ്. പെട്ട് ഗൈസ്, ഇതാണ് അവളെ സർപ്രൈസ്. ഓളെ വീട്ടിൽ പുതിയ ഗേറ്റ് വെച്ച്. ഇത്രയും കാലം ഗേറ്റ് ഇല്ലേ, ഇത് കണ്ടോ ഗേറ്റ് വെച്ച്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളങ്ങനെ കാറ് കയറ്റുന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ഗുദാം വയ്യ കണ്ടോ, ഇവിടെ പാർക്ക് ചെയ്യാൻ. പക്ഷെ അധികം വണ്ടിയൊന്നും വരില്ല. എങ്ങനെ നമ്മൾ എങ്ങനെ കാറ് കയറ്റു? നമ്മൾ ഇങ്ങനെ ആക്സിലറേറ്റർ ചവിട്ടും. ഇങ്ങനെ കയറ്റും. എന്നിട്ട് ആ ഗേറ്റ് ഒക്കെ പോയി ഇടിച്ച് ഗേറ്റ് ഇടിക്കൊന്നുമില്ല, ഗേറ്റ് തുറക്കാം. പണി കിട്ടിയ ഉമ്മ എടുക്കുന്നില്ലല്ലോ. കാറ് ഒട്ടുപോലെ വെക്കേണ്ടി വരുക. ഗേറ്റ് തുറന്നിക്കില്ല. ഓക്കെ, ആരാ വരുന്നത് ഗേറ്റ് തുറക്കാൻ വേണ്ടിട്ട്? പുതിയ ഗേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഗേറ്റ് തുറക്കാനാവില്ല, ഉദ്ഘാടനം ചെയ്യാൻ പോവാ. ഞാനും ഹിബൈ വന്നിട്ടാണ് ഈ ഗേറ്റ് ആദ്യമായിട്ട് തുറക്കാൻ പോകുന്നത്.
അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ ഗേറ്റ് തുറക്കുന്നത്? ഇത് ഒന്ന് തുറന്നിട്ട് ഞങ്ങള് കാണുന്നില്ല. അങ്ങനല്ല, രണ്ടും തുറന്നില്ലേ വാപ്പ വന്നിട്ടാ. ഏതോ ഗേറ്റിന്റെ പണി കഴിഞ്ഞ് നിക്കാന്ന് തോന്നുന്നു. നീ പിടിച്ചോ, ഞാൻ നോക്കി സൈഡ് നോക്കി നല്ല വൃത്തിക്ക് കയറ്റെന്നാ. അങ്ങോട്ടേക്ക് കൂടെ നമ്മള് അങ്ങനെ എത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോ 100-ന്റെ ബൾബ് എത്തി മുഖത്തിട്ടോ. വീട്ടിലെത്തിയത് കണ്ടോ? ആദ്യമായി ഗേറ്റ് തുറന്നു വന്ന ആള് ഞാൻ. ആദ്യമായിട്ട് ഗേറ്റ് തുറന്ന് ഓളാന്ന്. ഇത് ഗേറ്റ് ഇപ്പോഴാ തുറക്കുന്ന ഫസ്റ്റ്? നമ്മളെ വണ്ടി വരാൻ കാത്തുനിന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യേ കണ്ടോ? നമ്മളെ കാറാണ് ഈ ഗേറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത്. കൊത്താനുള്ള പരിപാടിയാണോ? ഇവിടെ ഒരാളെ ഇത് എന്റെ ഉമ്മ പെണ്ണാണെന്ന് പറഞ്ഞ് നടന്ന കോഴിയാണ്. ഇപ്പൊ കൂവാൻ തുടങ്ങി, അത് പൂവാനാക്കി. മോനെ ഇതുവരെ പെണ്ണാന്ന് പറഞ്ഞത്. ഇത് കൂവുന്ന വരെ ഉമ്മ പറഞ്ഞ് ഇത് പെടക്കോഴിയാണ്. പെട്ടെന്ന് മാറാണല്ലോ. എടുക്കാൻ പേടിയില്ല എടുക്കാൻ. ഇതിനെ പേടിക്കാനോ? പേടിയോ? ഒന്നും ആക്കൂല. ഒന്നും ആക്കൂലേക്കോ? പെണ്ണാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടങ്ങാറാക്കുന്നല്ലേ മോനെ. തുമ്മാക്ക് പിടിക്കാൻ ഒന്നും എടുക്കുമല്ലേ? ആകെ ഒരു ആണും ഉള്ളു നിങ്ങളടുത്ത്? ഒറ്റ പൂവൻ കോയി, ബാക്കി ഫുള്ള്. അപ്പൊ ഒരു കാര്യം കാണിച്ചതാ നമ്മള്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. എന്താ ഇത്? നമ്മളെ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഇപ്പൊ മുസമ്പി കേട്ടോ. ഒന്നിനും ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വന്നപ്പോ ഇവരെന്താക്കി മുറിച്ചു നോക്കിയ സമയത്ത് അത് മുസമ്പിയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനിയും കായ് വന്നിക്കണ് കണ്ടാ. അത് നമ്മള് ഊട്ടിയിലല്ല ഇടുക്കിയില് ട്രിപ്പ് പോയ സമയത്ത് വാങ്ങിച്ചായിരുന്നു. നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞത് നിങ്ങൾ കറക്റ്റ് വളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മളെ നാട്ടിലുണ്ടാവും. പക്ഷെ ഫൈനലി ഉണ്ടായി. സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തോളം ഇത് ഒന്നും ഇല്ലേനു കേട്ടോ. ഒരു ഇല പോലും മുളയ്ക്കാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ വാപ്പ എന്തൊക്കെ വളങ്ങളൊക്കെ വാങ്ങിച്ച് ഇട്ടതിന് ശേഷമാണ് ഇവരൊന്ന് കായിട്ട് തുടങ്ങിയത്. ഇപ്പൊ അത്യാവശ്യം വലുപ്പത്തിൽ വന്നില്ലേ? അതാ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പൊ അത് ഫുള്ളായിട്ട് നമ്മള് എന്താ പറയാ കഴിച്ചിട്ട് നല്ല രീതിയിലുള്ളതൊക്കെ അഭിപ്രായം എന്നിട്ട് പറയാ ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇതിങ്ങനെ മുറിക്കാൻ നോക്കുന്നത്. പക്ഷെ ഒരു ഒരാഴ്ച 2 ആഴ്ച ഇനിയും വെക്കേണ്ടി വരും. ഒന്നുകൂടി പൈക്കാണ്ടല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുഡിന്റെ സ്പെഷ്യലാണ് എന്താ പറയാ, എന്താ നെല്ലിക്കിട്ട മത്തി പോലെ. സാധാരണ മത്തി ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ നെല്ലിക്കിട്ട മത്തി കഴിച്ചില്ല. രസമുണ്ട്, സംഭവം രസമുണ്ട്. ഇവിടുത്തെ ആൾക്ക് മീന് അതൊക്കെ മെയിനാ, ഭയങ്കര ഇഷ്ടമാണ്. മീൻ എന്തായാലും കഴിക്കൂല ഇവ. അതിന് പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട, ഏത് മീനാണ് കഴിക്കും. അത് മാത്രമാണ് അത് മാത്രമാണ് ഇഷ്ടമില്ലാത്ത മീൻ. ആകെ ഒരു മീൻ ഇഷ്ടമില്ലാത്തത് മാത്രല്ലേ. രസമുണ്ട്. നെല്ലിക്കിട്ടോ അല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഉണക്കിയിട്ട് കഴിക്കണം. അതാണ് ഈ ഒരു കളർ ഉണ്ടോ, കറുത്ത കളർ. നൈസ് കഴിക്കാൻ വരും. ചൂടോടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയാം.